ഒരുപാട് പരിശ്രമങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും വേർതിരിക്കൽ. നെറ്റിയുടെ ഈ ഗവേഷണ ഫലത്തെ യാതൊരു കുറ്റബോധവുമില്ലാതെ മോഷ്ടിച്ചവർ വലിയ ബഹുമതികൾക്ക് അർഹരാകുന്നത് നിസ്സഹായയായി നോക്കി നിൽക്കാനേ നെറ്റിക്ക് പറ്റിയുള്ളൂ. അമേരിക്കയിലെ വെർമോണ്ടിൽ 1861 നെറ്റി മരിയ സ്റ്റീവൻസ് ജനിച്ചത്. സ്റ്റാൻഫർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിയോളജിയിലും ഹിസ്റ്റോളജിയിലും പഠനം പൂർത്തിയാക്കിയ നെറ്റി ഏകകോശ ജീവികളെക്കുറിച്ചും ബഹുകോശ ജീവികളെക്കുറിച്ചും കോശവിഭജനത്തെക്കുറിച്ചും ഗവേഷണം നടത്തി. പ്രശസ്ത അമേരിക്കൻ ജനിതക ശാസ്ത്രജ്ഞൻ തോമസ് ഹൻ മോർഗന്റെ കീഴിലായിരുന്നു പഠനം. മെൻഡലിന്റെ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി കീടങ്ങളിലെ കോശങ്ങളെയും അവയിലെ ആൺ പെൺ ക്രോമസോമുകളെക്കുറിച്ചും അവർ ഗവേഷണം നടത്തി. ക്രോമസോമുകളെ XY എന്ന രീതിയിൽ തരംതിരിക്കുന്ന രീതിക്ക് അടിസ്ഥാനമാക്കിയത് നെറ്റിയുടെ പഠനങ്ങളാണ്. നെറ്റിയുടെ ഗവേഷണങ്ങൾ നടക്കുന്നതിന് സമാന്തരമായി ശാസ്ത്രജ്ഞരായ എഡ്മണ്ട് വിൽസണും ഇതേ വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയിരുന്നു. ക്രോമസോമുകളെക്കുറിച്ച് നടന്ന പ്രധാന കോൺഫറൻസുകളിൽ മോർഗനും വിൽസണുമായിരുന്നു ക്ഷണിക്കപ്പെട്ടിരുന്നത്. ആധികാരിക പഠനം നടത്തിയ നെറ്റി വനിതയാണ് എന്ന കാരണത്താൽ പലയിടത്തും പിന്തള്ളപ്പെട്ടു.
ലിംഗനിർണയ ക്രോമസോമുകൾ കണ്ടുപിടിച്ചത് നെറ്റിയായിരുന്നുവെങ്കിലും ഇതേ കണ്ടുപിടുത്തത്തിന് 1933 വൈദ്യശാസ്ത്ര നൊബേൽ തോമസ് മോർഗനായിരുന്നു ലഭിച്ചത്. നെറ്റിയെ നൊബേൽ സമിതി പരിഗണിച്ചതേയില്ല. 1912 നെറ്റി അന്തരിച്ചു. പിൽക്കാലത്ത് തന്റെ കണ്ടുപിടുത്തം നെറ്റിയുടെ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നുവെന്ന് മോർഗൻ പറഞ്ഞു. നെറ്റിയാണ് ആ കണ്ടുപിടുത്തം നടത്തിയതെന്ന് വിൽസണും പരസ്യമായി പ്രസ്താവിച്ചു. നമ്പർ 3, ആൽഫ്രഡ് വാലസ്. പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവായി നമ്മളെല്ലാം അറിയുന്നത് ചാൾസ് ഡാർവിനെയാണ്. എന്നാൽ പരിണാമ സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിൽ ഡാർവിനൊപ്പം പങ്കുവഹിച്ചയാളാണ് ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് റസൽ വാലസ്. നിരന്തരം പ്രകൃതിയെ നിരീക്ഷിച്ചതിലൂടെ ആരോഗ്യമുള്ളവ മാത്രമേ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുകയുള്ളൂ എന്ന് വാലസ് കണ്ടെത്തി. പ്രകൃതിക്ക് അനുകൂലമായവ പ്രകൃതി തന്നെ തിരഞ്ഞെടുക്കുകയും പ്രതികൂലമായവയെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഈ സിദ്ധാന്തം പ്രകൃതി നിർദ്ധാരണം അഥവാ നാച്ചുറൽ സെലക്ഷൻ എന്നറിയപ്പെടുന്നു. തന്റെ പഠനങ്ങളെല്ലാം ചേർത്ത് 1858 വാലസ് ഡാർവിന് ഒരു കത്തെഴുതി. ഡാർവിൻ തന്റെ സമാന പഠനങ്ങളെയും ഇതോടൊപ്പം ചേർത്തുവച്ചതോടെ പരിണാമ സിദ്ധാന്തത്തിന് കൂടുതൽ ആധികാരികത ലഭിച്ചു. ഡാർവിൻ തന്റെ പഠനങ്ങൾ പ്രസിദ്ധ ഭൗമശാസ്ത്രജ്ഞൻ ചാൾസ് ലിൽ, സസ്യശാസ്ത്രജ്ഞൻ ജോസഫ് ഹൂക്കർ എന്നിവരെ കാണിച്ചു. 1858 ജൂലൈയിൽ ഡാർവിന്റെയും വാലസിന്റെയും സിദ്ധാന്തങ്ങൾ ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുന്നിൽ അവതരിപ്പിച്ചു. ഡാർവിന്റെ സിദ്ധാന്തമായിരുന്നു ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്. തൊട്ടുപുറകെ വാലസിന്റെ സിദ്ധാന്തവും. ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഈ സിദ്ധാന്തം അക്കാലത്ത് ഡാർവിൻ വാലസ് സിദ്ധാന്തം എന്നായിരുന്നു അറിയപ്പെട്ടത്. എന്നാൽ കാലക്രമേണ വാലസ് എന്ന പേര് പരിണാമ സിദ്ധാന്തത്തിൽ നിന്നും മാഞ്ഞുപോയി. മനഃപൂർവ്വമായിരുന്നില്ലെങ്കിലും പിന്നീട് അതാരും തിരുത്താനും മിനക്കെട്ടില്ല. 1860 ആയപ്പോഴേക്കും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി. വിവിധ ഭൂഖണ്ഡങ്ങളിലൂടെ സഞ്ചരിച്ച് ശേഖരിച്ച അപൂർവ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ വാലസ് വിറ്റു. 1913 ആൽഫ്രഡ് വാലസ് അന്തരിക്കുമ്പോഴേക്കും ഒട്ടേറെ ശാസ്ത്ര ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ഇനിയും അറിയപ്പെടാത്ത ശാസ്ത്രജ്ഞന്മാർ ഒട്ടേറെയുണ്ട്. അവരെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ളവർ ഈ വീഡിയോയുടെ പാർട്ട് 2 വേണ്ടി കാത്തിരിക്കുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.